കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PM വിശ്വകർമ്മ പദ്ധതിയിൽ സംസ്ഥാനത്ത് കൂടുതൽ പേരെ സംരംഭകരാക്കാൻ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ പ്രത്യേക ക്യാമ്പയിന് തുടക്കമായി. കൽപ്പറ്റയിൽ നടന്ന പരിപാടിയിൽ 500-ലധികം ഗുണഭോക്താക്കൾ പങ്കെടുത്തു. പരമ്പരാഗത തൊഴിൽ മേഖലയുടെ വളർച്ചയ്ക്കായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. നഗര ഗ്രാമപ്രദേശങ്ങളിലെ കൈത്തൊഴിലാളികൾക്കും കരകൗശല തൊഴിലാളികൾക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഈ പദ്ധതിക്ക് കീഴിൽ 18 പരമ്പരാഗത തൊഴിലുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം. കേന്ദ്ര ഗവൺമെന്റിന്റെ PM വിശ്വകർമ്മ യോജന എന്ന ഒരു കേന്ദ്രാവിഷ്കൃത സ്കീമാണ്. 13,000 കോടിയാണ് ഈ ഒരു സ്കീമിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് വകയിരുത്തിയിരിക്കുന്നത്. കൈകൊണ്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചും ജോലി ചെയ്യുന്ന 18 വിഭാഗങ്ങളെയാണ് ഈ ഒരു സ്കീമുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെരുപ്പ് നിർമ്മിക്കുന്നവർ, മരപ്പണിക്കാർ, മേസ്തിരി പണിക്കാർ, സ്വർണ്ണ വെള്ളി ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർ, ഓട് ആഭരണങ്ങൾ നിർമ്മിക്കുന്നവർ, ബാർബർമാർ, തുണി അലക്കുന്നവർ, അങ്ങനെ വിവിധങ്ങളായ പരമ്പരാഗത രീതിയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളെയാണ് ഈ ഒരു സ്കീമുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി വയനാട് ജില്ലയിലെ ഗുണഭോക്താക്കൾക്ക് പ്രത്യേക പരിശീലനം നൽകി. ഇന്നത്തെ ഈ പ്രോഗ്രാം വയനാട് ജില്ലയിലുള്ള ഗുണഭോക്താക്കൾക്ക് മാത്രമായി സംഘടിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മളുടെ ഹാളിന്റെ പരിമിതി മൂലം നമ്മൾ ഒരു 350 ആൾക്കാരെയാണ് നമ്മൾ ഈ ഒരു യോഗത്തിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിവിധ അസോസിയേഷനുകളുടെ ഭാരവാഹികൾ, മറ്റു ഗുണഭോക്താക്കൾ തുടങ്ങി 500-ലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു. പദ്ധതിയുടെ ഭാഗമായി ഗുണഭോക്താക്കൾക്കായി PM വിശ്വകർമ്മ പോർട്ടലിൽ രജിസ്ട്രേഷൻ നടപടികൾ നടത്തി. ജനം, വയനാട്.